ഹായ് മക്കളെ, അമീൻ സാറാണ്. JD സാറാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ 6ാം ക്ലാസ്സിലെ മക്കളെ കാണാൻ വന്നത് എന്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാനാണ്. JD സാറേ, ഇപ്പൊ 7ാം ക്ലാസ്സിൽ ഇപ്പം സിലബസ് ആയാലും മാറി, USS എക്സാം ആണെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ US എക്സാമിന് കുട്ടികളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ? ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പോൾ 7ാം ക്ലാസ്സിലുള്ളവരോടല്ല, കഴിഞ്ഞ പ്രാവശ്യം 7ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സിലബസ് മാറിയിട്ടുണ്ടായിരുന്നു. അവർ സിലബസ് മാറിയ ആ ഒരു വർഷത്തിലേക്കാണ് അവർ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിരുന്നു USSന്. കാരണം പുതിയ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് USSന് വന്നിട്ടുണ്ടായത്. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമാണ്, പുതിയ മാറ്റങ്ങളാണ് നിങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് മാറുന്നത്. അഥവാ നിങ്ങൾ ഇനി 6ൽ നിന്ന് 7ലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കണ്ടന്റുകൾ മാറ്റമുണ്ട്. അത് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച് ഞങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ് ബുക്ക് ഈ വർഷം ചേഞ്ച് ആവുന്നല്ലോ. അന്നത്തെ ചാപ്റ്റേഴ്സ് മൊത്തം ഇനി പഠിക്കാനുള്ളത് 7ാം ക്ലാസ്സിലേക്കാണ്. മാത്രമല്ല സോഷ്യലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ തന്നെ 10ഓ 15ഓ എന്നല്ല പേജുകൾ, 20-24 പേജുകളോളം ചാപ്റ്ററുകൾ കിടക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, സിമ്പിൾ ആയിരുന്നു. ഈ പ്രാവശ്യം എന്തായിരിക്കും? കുറച്ചുകൂടി ടഫ് ആവാൻ സാധ്യത നന്നായിട്ട് കാണുന്നുണ്ട്. കാരണം സിലബസ് മാറ്റമാണ്. സിലബസ് നിങ്ങൾക്ക് ആക്ച്വലി സാറ് പറഞ്ഞതുപോലെ തന്നെ എന്തായിട്ടുണ്ട്, എല്ലാവരുടെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സിലബസ് ടഫ് ആക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ USS ടഫ് ആവാൻ ചാൻസ് കൂടുതലാണ്. മക്കൾ ഒരു കാര്യം കൂടിയും പറഞ്ഞുതരാം, USS എന്ന് പറഞ്ഞ ബാച്ച് കിട്ടണമെങ്കിൽ USS അടിപൊളിയാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം എന്താ അറിയോ? ആദ്യം 7ാം ക്ലാസ് കിടിലമാക്കി പഠിക്കാൻ മസ്റ്റാണ്. സിലബസ് ഓറിയന്റഡ് ആണ് നമ്മുടെ USS. കഴിഞ്ഞ പ്രാവശ്യം USS പഠിച്ച മക്കൾ പറഞ്ഞറിയോ സാറേ, എല്ലാ ക്ലാസ് കണ്ടുകൊണ്ട് ഞങ്ങൾ USS കിട്ടി. കാരണം എങ്ങനെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ട് പോലും നമ്മളെ കഴിഞ്ഞ അവഞ്ചേഴ്സ് ബാച്ചിലെ മക്കളെ അടിപൊളിയായിട്ട് പഠിച്ച് എഴുതിയിട്ടുണ്ട്, സെറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ മക്കൾ, നിങ്ങൾ സീരിയസ് ആയിട്ട് പറയും മക്കളെ, നിങ്ങൾ USS നേടണം, അത് നിങ്ങളെ ക്ലാസ്സിലെ ഏറ്റവും നല്ല A ഗ്രേഡ് കിട്ടുന്ന കുട്ടിയായി നിങ്ങൾക്ക് മാറണം. ഇത് രണ്ടും ഒരുമിച്ച് നേടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. തീർച്ചയായിട്ടും മക്കളെ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബാച്ച് തന്നെയാണ് അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞെങ്കിൽ USS ആവട്ടെ 7ാം ക്ലാസ് ആവട്ടെ. കാരണം അടുത്ത കൊല്ലം നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് പോവാണ്. ആ സമയത്ത് SPC JRC സ്കൗട്ട് ഗൈഡ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഈ ഡയറക്റ്റ് എന്താ പറയുക അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല USS കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രയോറിറ്റി കൂടും. അതുകൊണ്ട് തന്നെ ഈ 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ UP ലെവൽ കാണരുത് മക്കളെ, ഹൈസ്കൂൾ ലെവലായിട്ട് തന്നെ കാണാം. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാക്കുക. അതിന് തന്നെയാണ് നമ്മുടെ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ബാച്ച് ഉള്ളത്. മക്കളെ കേരളത്തിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസ്, മികച്ച മെറ്റീരിയൽസ്, മാത്രമല്ല USS കുറച്ചും കൂടി പ്രാധാന്യത്തോടെ കണ്ട് അടിപൊളിയാക്കി നിങ്ങളെ നേരത്തെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം തുടങ്ങുകയാണ്. മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്യാമെന്ന് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആക്ച്വലി ഈവൻ ചിലപ്പോൾ പാരന്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പാരന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ പുതിയൊരു ഫീച്ചർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എത്രത്തോളം ലൈവുകൾ കണ്ടിട്ടുണ്ട്, എത്രത്തോളം സെഗ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര മാർക്ക് കിട്ടി എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പാരന്റ്സിന് കൂടി ജസ്റ്റ് ചിലപ്പോൾ അവർ കേരളത്തിലുണ്ടാവില്ല, ചിലപ്പോൾ വിദേശത്തിലാണെങ്കിലും അവർക്കും അനലൈസ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് കൂടി നമ്മൾ ഇപ്രാവശ്യം ആപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോ ഇവിടുന്ന് ഇപ്പോൾ പോസ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, അച്ഛനടുത്ത് കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് ഈ പറഞ്ഞ കാര്യം കേൾക്കുക. ഡിയർ പാരൻസ്, നിങ്ങളോട് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ 7ാം ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് അപ്ഡേറ്റ് ആയി പോയാൽ ഇനിയുള്ള NMS എക്സാമിനേഷൻ ആയാലും പല സ്കോളർഷിപ്പ് എക്സാമുകളായാലും ഒരുപാട് എണ്ണം വരാൻ വേണ്ടിയിട്ട് പോവാണ്. 7ാം ക്ലാസ്സിനാണ് എന്ത് ചെയ്യുക സ്റ്റാർട്ടിങ് വരിക. കൃത്യമായിട്ട് ഒരു കുട്ടിയുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മെച്യൂരിറ്റി ലെവലിലേക്ക് മാറുന്നത് ഈ സമയത്താണ്. ആ സമയത്ത് അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ബാച്ച് ഏതെന്ന് വെച്ചാൽ അത് അവഞ്ചേഴ്സ് ബാച്ചാണ്. പുതിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് കൃത്യമായിട്ട് മെറ്റീരിയൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ മെറ്റീരിയൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരുന്ന USS എക്സാം ആവട്ടെ, ഇനി അവർക്ക് നേരിടാൻ പോകുന്ന അതിൻ്റെ അടുത്ത് നേരിടാൻ പോകുന്ന NMS ആവട്ടെ, എല്ലാത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി സിലബസ് തന്നെയാണ്. ആ സിലബസ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് USSും കിട്ടും. അതുമാത്രമല്ല ഇനി നമ്മൾ 8ാം ക്ലാസ്സിലെ മിനിമം മാർക്ക് പാസ് മാർക്ക് വരികയാണ്. അതൊക്കെ സെറ്റാക്കിയിട്ട് മാറ്റും. ഉടൻ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വേഗം ജോയിൻ ചെയ്യുക. ഏറ്റവും അടിപൊളിയായിട്ട് നമ്മളെ മക്കൾ മാറണം, നമ്മളത് മാറ്റി തരും, നമുക്ക് ഉഷാറാക്കണം. മക്കളെ നിങ്ങൾ റെഡിയാണ്, പാരൻസ് റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. നമുക്ക് ഒരുമിച്ച് 7ാം ക്ലാസ് മുന്നേറാം.